മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിന് അധ്യാപകർക്ക് നേരെ കൊലവിളി. അച്ഛൻ ഗുണ്ടയാണെന്ന് അവനൊരു വിശ്വാസക്കുറവ്. ഒരു ഷോ ഒന്ന് കാണിക്ക്, ഇട്ട് കൊടുക്ക്. ഞാൻ ഗുണ്ടയാണെന്ന് അവന് വിശ്വാസമില്ല. അതെ, എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. കൊല്ലും കൊലയും കീഴരിക്ക് പുത്തരിയല്ലടാ. എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടല് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറുള്ളൂ ഞാൻ. തക്കുടു. ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് ഭീകരനാണോ ഭീകരൻ, കൊട്ടും ഭീകരൻ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാ, രണ്ട് കൊടുത്താലോ എന്ന്. സാറിന് കഴിഞ്ഞ് എവിടെങ്കിലും പുറത്ത് കിട്ടിയാ തീർക്കുനാണ്. കൊന്നിട്ട് പറഞ്ഞ കൊന്നിടും. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. അല്ല പിന്നെ നിന്റെ ഫോൺ കണ്ടോ? നിന്റെ ഫോൺ കണ്ടോ? ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. എന്താ ഇപ്പൊ പറയാ, ഇതിന് പറയാൻ സത്യത്തിൽ വാക്കുകളില്ല. ഈ പയ്യന്റെ വീട്ടുകാരൊക്കെ ഇതൊക്കെ കാണുക, ഇങ്ങനെയൊക്കെയാണ് കുട്ടികൾ സ്കൂളിൽ പെരുമാറുന്നതെന്ന് കാണുക. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ എതൊക്കെ പേടിപ്പിച്ചില്ലെങ്കിൽ ഇവറ്റകൾ തലക്കോറും. പറഞ്ഞ് മനസ്സിലാക്കട്ടെ. ഇതിപ്പോ നമുക്ക് മുഖം കാണിക്കാമല്ലോ, 18 വയസ്സിൽ താഴെയുണ്ട്, മുഖം കാണിക്കാൻ പറ്റില്ല. അതൊരു ഉപകാരമായിട്ട് ഇങ്ങനെയുള്ളവർക്ക് മാറുന്നുണ്ടെന്നത് സത്യമാണ്. സൗകര്യം കിട്ടുമ്പോഴൊക്കെ ഒരു ഈരെണ്ണം കൊടുത്തേക്ക. എന്തിനാ ഏതിനാന്നും ചോദിക്കണ്ടെന്നേ, അല്ലാതെ ഇതിന് മരുന്നില്ലെന്നേ. പ്ലസ് 1 വിദ്യാർത്ഥി പോലീസിനോട് പറഞ്ഞു, ഞാൻ മാപ്പ് പറയാം, ഫോൺ വാങ്ങി വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ദേഷ്യം വന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ്. അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. മാപ്പ് പറയാം, സർവ്വ അപരാധങ്ങൾ വീട്ടിൽ പറഞ്ഞ് മാപ്പ് പറയാം എന്ന് പറഞ്ഞു. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ആ അധ്യാപകൻ ഒരു അധ്യാപകന്റെ ഉയരത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഈ വിദ്യാർത്ഥിക്ക് മാപ്പ് കൊടുക്കണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഞാൻ അറിവില്ലായ്മയിൽ നിന്നും വെളിവില്ലായ്മയിൽ നിന്നുമാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അത് പൊറുക്കാൻ കഴിയാത്തവൻ അതിലും വലിയ തെറ്റാണ് ചെയ്യുന്നത്. നിന്റെ തെറ്റുകൾ നാം ക്ഷമിച്ചിരിക്കുന്നു.